അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അതായത് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം അത്ഭുതം തോന്നും. കാരണം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് ആകെ മൊത്തം എടുത്തേക്കുന്ന ഒരു 3 കഷ്ണം ബ്രെഡാട്ടോ, പിന്നെ 2 ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, അതായത് പൊട്ടറ്റോ. അതും കൂടി എടുത്ത് അത് വേവിച്ചാണ് ഇത് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാത്രം നിറച്ച് സ്നാക്സ്, കണ്ടാൽ അടിപൊളി, തിന്നാനാണെങ്കിലോ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ആദ്യം തന്നെ 2 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചേക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് ഉടച്ച് വെച്ചേക്കാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ 2 ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഇത്രയും പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും അതൊഴിക്കുക. വെളിച്ചെണ്ണയാണോ, സൺഫ്ലവർ ഓയിലാണോ, വെജിറ്റബിൾ ഓയിലാണോ, ഏത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ, ഒഴിച്ചുണ്ടാക്കുക. അതിനായിട്ട് ഒരു സവാള ഞാനെടുത്ത്, ഒരു വലിയ സൈസ് സവാള തന്നെ എടുത്തേക്കുന്നത്, അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത സവാള ഇട്ടതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചച്ചൊവ മാറുന്ന വരെ ഇളക്കാം കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു അടിപൊളി സ്നാക്സാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും. ഇത് ഞാൻ നോമ്പിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇതെനിക്കൊരാൾ കാണിച്ചു തന്നതാണ്, അതുകൊണ്ട് ഞാനത് ഇട്ടേക്കുന്നത്. നിങ്ങളിതുപോലെ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ആയിട്ട് അതിനകത്തോട്ട് ചേർത്തേക്കണം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗരം മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്നതും കൂടി അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് അതിൽ ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ചേർക്കണം. അതോടുകൂടി നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പണിയൊന്നുമില്ല. ഉരുളക്കിഴങ്ങ്, പിന്നെ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിടാം. പിന്നെ ചിക്കൻ ചേർക്കണമെങ്കിൽ ചിക്കൻ ചേർക്കാം, ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ആവശ്യമുള്ളത് ചേർത്തിട്ട് ഇതേപോലെ തന്നെ തയ്യാറാക്കിയാൽ നല്ല അടിപൊളി. പക്ഷേ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കണമെങ്കിൽ അടിപൊളി ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് തിന്നാൻ മതിയാവത്തില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി ഈ 3 ബ്രെഡ് എടുക്കാം. അതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ സ്പാച്ചുല വെച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതിന് നല്ലതുപോലെ നല്ല ബ്രെഡിൻ്റെ കനത്തിൽ, ആ ബ്രെഡിന് എത്ര കനമുണ്ടോ അതേപോലെ അതിൻ്റെ പൊക്കത്തേക്ക് ആ കനത്തിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച് നല്ലോണം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നല്ലോണം പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ആ ബ്രെഡ് ഇതുപോലെ കണ്ടോ സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ എപ്പോഴും വീഡിയോ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകും. അതാണ് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോ വേറെയും സ്പീച്ച് വേറെ ആയിട്ട് തോന്നുന്നത്. എന്നിട്ട് ഇതേപോലെ 3 കഷ്ണമാക്കിയിട്ട് മാറ്റണം. 3 സമഭാഗങ്ങളാക്കിയിട്ട് മാറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഒന്നും കൂടി പകുതിയായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. പക്ഷേ നീളത്തിൽ കട്ട് ചെയ്യുമ്പോഴാണ് അതിന് കാണാനൊരു ഭംഗിയും. കണ്ടോ, അത്രയും കട്ടിയിലാണ് വരുന്നത്. അതിനുശേഷം ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ബ്രെഡ് കംസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബ്രെഡോ നിങ്ങളുടെ കയ്യിൽ റസ്കോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് പൊടിച്ച്, ഞാൻ ബ്രെഡാണ് എടുത്തേക്കുന്നത്, അതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കട്ടയില്ലാതെ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കി നല്ല കുറുക്ക് പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അതായത് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ, ഒത്തിരി വെള്ളം ആവരുത്. മുക്കിയ മാവ് അതിനകത്ത് പിടിക്കണം. ഇത് മുക്കി നമുക്ക് സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആരും പറയത്തില്ല അത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെന്ന്. ബ്രെഡ് റോളല്ല എങ്കിൽ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതും. പൊട്ടാറ്റോയും ബ്രെഡും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ബ്രെഡ് നമ്മൾ മുക്കിയാണ് പൊരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല തിന്നാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ.
ഇനി അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാം മുറിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഓരോന്നെടുത്ത് കയ്യിലൊന്നും ആക്കരുത് കേട്ടോ. കയ്യിൽ മുക്കിയിട്ട് അതിലിട്ട് മുക്കുമ്പോൾ നമ്മുടെ കയ്യിനകത്ത് ബ്രെഡ് ക്രംസൊക്കെ പിടിക്കും. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് അങ്ങ് പൊട്ടിപ്പോവും. ബ്രെഡാണല്ലോ സാധനം, നനവ് വരുമ്പോഴത്തേക്കും അതിന് ബലം കുറയും. അപ്പോൾ പതുക്കെ ഇട്ടിട്ട് വേണം ഇതുപോലെ ആക്കി നല്ല ഡ്രൈ ആക്കിയിരിക്കണം കേട്ടോ ആ ബ്രെഡ് ക്രംസ്. അല്ലാതെ നനവോട് കൂടി എടുത്തു കഴിഞ്ഞാൽ നനഞ്ഞ് ഒട്ടിപ്പിടിച്ചേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നനവില്ലാതെ വേണം എപ്പോഴും ഈ ബ്രെഡ് ക്രംസ് എടുക്കാനായിട്ട്. അതേപോലെ ഇതിൽ നിന്ന് കോരി ഇടുമ്പോഴും അത് കോരി അതിനകത്തോട്ട് ഇടരുത്, അതൊന്നിങ്ങനെ ഊറ്റിയെടുത്തിട്ട് വേണം അതിനകത്തോട്ട് ഇടാൻ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് ഈ സാധനം ഇടണം കേട്ടോ. അപ്പോൾ എണ്ണ തിളച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, തീ വളരെ സ്ലോവിലേക്കാക്കണം കേട്ടോ. വളരെ സ്ലോവിലാക്കണം, ഒരുപാട് തീ കൊടുക്കരുത്. തീ കൊടുത്തു കഴിയുമ്പോൾ ബ്രെഡ് ക്രംസൊക്കെ കരിഞ്ഞ് അതുമ്മ പിടിച്ച് കാണാനൊരു ലുക്കും ഉണ്ടാവില്ല, കരിഞ്ഞ ഒരു ടേസ്റ്റും കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആവരുത് ഒരിക്കലും. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, തീ കുറക്കാം. എണ്ണ നല്ലതുപോലെ തിളച്ചിരുന്നോട്ടെ, പക്ഷേ തീ കുറച്ചിട്ടേക്കണേ. അപ്പോൾ പിന്നെ തീ കൂട്ടിക്കഴിയുമ്പോൾ എണ്ണ കിടന്ന് വീണ്ടും തിളച്ച് അതിനകത്ത് ഇതും നമുക്ക് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഫില്ലിങ്സൊക്കെ നമ്മൾ റെഡിയാക്കിയാണല്ലോ വെച്ചേക്കണം. പിന്നെ ബ്രെഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ മുക്കിയിരിക്കുന്ന ആ കോട്ടിങ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് മൊരിച്ചെടുക്കുന്നത്. അപ്പം നല്ലതുപോലെ എണ്ണ ഒട്ടും കുടിക്കാത്തൊരു പലഹാരം കേട്ടോ. അതിനകത്ത് എണ്ണ കയറത്തുമില്ല, അതേപോലെ തന്നെ എണ്ണ ഒട്ടും ഉണ്ടാകും. നമ്മൾ എത്ര എണ്ണ ഒഴിച്ചോ ആ എണ്ണ മുഴുവനും ചട്ടിക്കകത്തുണ്ടാവും. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇത് വളരെ ടേസ്റ്റി കേട്ടോ, വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി. ഇത് നിങ്ങൾക്ക് സോസും മയണൈസൊക്കെ ഉണ്ടെങ്കിൽ മയണൈസൊക്കെ കൂട്ടി കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക്, ഞാൻ ഉപയോഗിച്ചതല്ലാതെ എൻ്റെ കയ്യിൽ ചീസ് ഇല്ലാഞ്ഞിട്ടാട്ടോ, ഞാൻ അല്ലെങ്കിൽ ചീസ് ചേർക്കാറുണ്ട്. അപ്പോൾ ചീസ് ഇല്ലാത്തതുകൊണ്ടാണ് ചീസ് ഇടാതിരുന്നത്. ചീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി ഇതേപോലുള്ള വീഡിയോകൾക്ക് നിങ്ങളിത് ചാനൽ ബെൽ ബട്ടണും ഞെക്കിയേക്കണം. ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.